നിന്റെ ഉള്ളിൽ ഒരു കരട് വീണിട്ടുണ്ടെങ്കിൽ നീ കണ്ണന്റെ പിന്നാലെ പോകണം. ഒറ്റ മാർഗേ ഉള്ളൂ, മഹാലക്ഷ്മിയെ തട്ടിക്കളയാം. ഹലോ, അങ്ങനെ മഹാലക്ഷ്മിയിൽ നമ്മുടെ ഉണ്ണിയുടെ നാടകത്തിന് മുന്നിൽ കണ്ണന്റെ നാടകം പൊളിഞ്ഞടങ്ങുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ ഉണ്ണി ഇന്ന് വാമദേവനോട് പറയുന്നുണ്ട് അയാൾ നടക്കുന്നുണ്ടോന്നും പിന്നെ അയാൾ മഹാലക്ഷ്മിയുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയും. അപ്പൊ വാമദേവൻ പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നീ കണ്ണനെ ഫുൾ ടൈം പിന്തുടരണം എന്ന് പറയുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ ഉണ്ണിയുണ്ടല്ലോ മഹാലക്ഷ്മിനെ കാണാൻ അനന്തുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അനധികൃതമായിട്ട് നിങ്ങൾ കണ്ണേട്ടൻ്റെ നിന്ന് മേടിച്ചു വെച്ച മുഴുവൻ സ്വത്തുക്കൾ നിങ്ങൾ തിരിച്ചെഴുതി കൊടുക്കണം, അന്തസ്സുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് സൗകര്യമില്ലടാ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് നമ്മുടെ ഉണ്ണി ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്നായ മഹാലക്ഷ്മിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു, അപ്പോൾ ഒരു സൗകര്യമില്ലെന്നാ പറഞ്ഞത്, അവർ ശരിക്കും കൊന്നു കളയണം കണ്ണേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ്റെ എക്സ്പ്രഷൻ നോക്കാൻ വേണ്ടി ഉണ്ണി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ടേ. അപ്പൊ കണ്ണനാണെങ്കിൽ മുഖത്ത് ഭാവവ്യത്യാസം വരുന്നുണ്ട്. കണ്ണൻ്റെ അയ്യോ കൊല്ലാനോ എന്നുള്ള രീതിയിൽ ഭാവവ്യത്യാസം വരുന്നുണ്ട്. ആ ഭാവവ്യത്യാസത്തിൽ നമ്മുടെ ഉണ്ണിക്ക് മനസ്സിലായി അവിടെ നടക്കുന്നത് മുട്ടൻ ചതിയാണെന്ന്. അപ്പൊ ഉണ്ണിയുടെ അടുത്ത നാടകം എന്തായിരിക്കും? കണ്ണന്റെ മുന്നിൽ വെച്ച് നമ്മുടെ മഹാലക്ഷ്മിനെ കൊല്ലാൻ വേണ്ടി കഴുത്തിന് ഞെരിക്കുന്ന പോലെ കാണിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണൻ ഉണ്ണീനെ വന്ന് എഴുന്നേറ്റ് നിന്ന് തടയാനും ശ്രമിക്കും. അതോടുകൂടി നാടകമൊക്കെ പൊളിഞ്ഞ് പാളീസാകും അല്ലെ പ്രേക്ഷകരെ? എന്തായാലും കാത്തിരുന്നതിനെ കാണട്ടെ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.